ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഞാൻ നേരത്തെ ആയിരുന്ന ഒരിടവകയിൽ, ആ ഇടവകയിലെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന വ്യക്തി ഒരു ദിവസം എൻ്റെ പക്കലെത്തി അദ്ദേഹത്തിൻ്റെ വലിയൊരു നൊമ്പരം പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വളർത്തുമൃഗങ്ങളൊന്നും വാഴുന്നില്ല. കന്നുകാലിക്കൂട് ഉണ്ട്, ചെറിയൊരെണ്ണം വീടിൻ്റെ വശത്തായിട്ട് അത് കാലിയായിട്ട് കിടക്കുന്നു. ബാക്കി കോഴിയാകട്ടെ, ആടാകട്ടെ, പന്നിയാകട്ടെ ഒന്നും ആ വീട്ടുമുറ്റത്ത് വാഴുന്നില്ല. നോക്കിയതെല്ലാം ചത്തുകെട്ടുപോയി. നല്ല അധ്വാനിയായ കർഷകനാണ് ഈ വ്യക്തി. ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ വിജയിക്കുന്നില്ല. ഞാൻ ആ വ്യക്തിയോട് ജെറിക്കോ പ്രാർത്ഥന നടത്തി വീടിൻ്റെ ആ അന്തരീക്ഷത്തെ നമുക്കൊരു ആത്മീയ കരുത്തിലേക്ക് ആക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. ജെറിക്കോ പ്രാർത്ഥനയെപ്പറ്റി അദ്ദേഹം മനസ്സിലാക്കി കേട്ട് കഴിഞ്ഞപ്പോൾ താല്പര്യത്തോടെ അദ്ദേഹം ആ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ജെറിക്കോ പ്രാർത്ഥന ആരംഭിച്ചു. അദ്ദേഹം അത് കൃത്യമായിട്ട് പൂർത്തിയാക്കി. പിന്നീട് ഒരു ദിവസം അദ്ദേഹം എൻ്റെ പക്കൽ വന്ന് ചോദിച്ചു, അച്ഛാ, ഞാൻ ഒരു പശുക്കിടാവിനെ വാങ്ങിച്ചു വിടട്ടെ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥന പൂർത്തിയായല്ലോ, വാങ്ങിച്ചു വിട്. അതൊരു പശുക്കിടാവിനെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ട് കെട്ടി. അത് കുഴപ്പമൊന്നും കൂടാതെ വളർന്നു വരികയാണ്. അതിൻ്റെ ഉറപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, അച്ഛാ, ഞാൻ ആടിനെ വാങ്ങിക്കട്ടെ? ഞാൻ പറഞ്ഞു, വാങ്ങിക്കുക. അതിനകത്ത് ആടിനെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി. അതും കുഴപ്പം കൂടാതെ ഭംഗിയായിട്ട് കയറി വന്നു. പന്നിയെ വാങ്ങിച്ചു. അങ്ങനെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വളർത്തുമൃഗങ്ങൾ നല്ല കരുത്തോടെ വളരുന്നൊരവസ്ഥ വന്നു. പശു കിടാവ് വളർന്ന് പ്രസവിച്ച് പാലളന്ന് കൊടുത്ത് ആദായമാകാൻ തുടങ്ങി. പന്നി പ്രസവിച്ച് ആദ്യത്തെ പ്രസവത്തിലുണ്ടായ കുഞ്ഞുങ്ങൾ മുഴുവനും ചത്തുപോയി. പക്ഷേ പിന്നീട് ഉണ്ടായ കുഞ്ഞുങ്ങൾ കിട്ടി, ആദായമായി. ആട് പെരുകി വളർന്ന് അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ആ വീട്ടുമുറ്റം നല്ല ഈ വളർത്തുമൃഗങ്ങളാൽ വളരെ സമ്പന്നമായ സമൃദ്ധിയുടെ ഒരു അന്തരീക്ഷം ഉള്ളതായിട്ട് മാറി. 24 ആട് വരെ ഒന്നിന് പുറകെ ഒന്നായിട്ട് 3 ചെറിയ ആട്ടിൻകൂടുകളുണ്ടാക്കി അതിനകത്ത് ആ വ്യക്തി വളർത്തിയത് ഞാൻ തന്നെ പോയി കണ്ടതാണ്. പിന്നീട് അദ്ദേഹം തന്നെ പറയും, ഇതിനെല്ലാം നോക്കാൻ അധ്വാനം, പുലിയെത്തി തീറ്റ കൊടുത്തു എല്ലാം നോക്കാൻ പറ്റുകയല്ല എന്ന് വന്നപ്പം അല്പം എണ്ണം കുറച്ചു. ഒരു വീട്ടുമുറ്റത്തെ ആത്മീയ അന്തരീക്ഷം പ്രാർത്ഥന വഴി ഏതാണ്ട് പിടിച്ച പിടിയാലെ നിന്ന നിപ്പിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ജെറിക്കോ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഈ വേദിയിൽ അല്പമായിട്ടൊന്ന് കാണുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ആഴങ്ങളിലേക്ക് നമ്മൾ ഈ സെഷനിലും മുന്നോട്ടും നമ്മൾ സമയമെടുത്ത് ഇറങ്ങണം. കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ ഒരു അമേരിക്കൻ ഓതർ അവരുടെ പുസ്തകത്തിൽ പങ്കുവെക്കുന്ന ഒരു വീടിൻ്റെ ഒരു ഹോണ്ടഡ് ഹൗസ്, ഒരു ബാധയുള്ള വീടിൻ്റെ അന്തരീക്ഷത്തിൽ ആൾക്കാർ താമസിക്കാൻ പറ്റുന്നൊരു ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു. ആ വീട്ടിൽ അവർ നടത്തുന്ന ഒരു പരീക്ഷണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അവർ 4 കൊച്ചു മൃഗങ്ങളെ കൊണ്ടുപോയി, ഒരു പട്ടി, എലി, പൂച്ച, ഒരു പാമ്പ്. എന്നിട്ട് അവിടെ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ആ വീട്ടിൽ ചില ദുർമരണങ്ങൾ നടന്നതായിട്ട് പറയുന്ന മുറിയിലേക്ക് ഈ മൃഗങ്ങളുമായിട്ട് വരുമ്പോൾ ഈ മൃഗങ്ങൾ പ്രതികരിക്കുന്നതായിട്ടും, ആ 4 എണ്ണത്തിൽ 3 എണ്ണം പ്രതികരിക്കുന്നതായിട്ട് അവർ നോട്ട് ചെയ്തു. എന്നിട്ട് അവർ അത് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ആ ദുർസംഭവങ്ങളുടെ ഒരു തിന്മയുടെ ഒരു അന്തരീക്ഷം, ആത്മീയ തരംഗങ്ങൾ ആ മുറിയിൽ പതിഞ്ഞു കിടക്കുകയാണ് എന്നൊരു വിശദീകരണം നൽകുന്ന ശ്രദ്ധിക്കുകയുണ്ടായി. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതായ ഈ പറഞ്ഞ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, അങ്ങേരുടെ വീട്ടുമുറ്റത്ത് വളർത്തുമൃഗങ്ങളൊന്നും വാഴുന്നില്ല, എത്ര നോക്കിയിട്ടും. പിന്നീട് ജെറിക്കോ പ്രാർത്ഥന ചിട്ടയായിട്ട് നടത്തി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൻ്റെ മുറ്റത്ത് നിറയെ വളർത്തുമൃഗങ്ങൾ, ആടും കന്നുകാലിയും പന്നിയും എല്ലാം. അങ്ങനെ വ്യത്യാസമുണ്ടായി. അപ്പോൾ നമ്മൾ ഈ 2 കാര്യങ്ങളെ ഒന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് തിരിയുന്നത്
അമേരിക്കൻ ഗ്രന്ഥകാരൻ കോളിൻ അങ്ങേര് വിശദീകരിക്കുന്നു, എഡ്വേർഡ് റസ്സലിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഒരു സ്ഥലത്ത് വീട്ടുമുറ്റത്ത് എന്തെങ്കിലും തിന്മയുടെ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് അവിടെ പതിഞ്ഞു കിടന്നിട്ട് അതിൻ്റെ ദുസ്വാധീനം ഉണ്ടാകുന്നു. ഏശയ്യാ 24:5-6 വാക്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം ഈ വ്യക്തി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ നാളുകളിൽ അതിന് നിവാസികൾ നിമിത്തം ഭൂമി അശുദ്ധമാകുന്നു. പിന്നെ അശുദ്ധമായ ഭൂമിയിലെ ദുസ്വാധീനം മൂലം നിവാസികൾ ദഹിച്ചു തീരുന്നു. അപ്പോൾ ഒരു 2-way പ്രോസസ്സ് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ആരെങ്കിലും വഴി ചിന്തയില്ല, ശ്രദ്ധയില്ലാതെയുള്ള പ്രവൃത്തികൾ വഴി അശുദ്ധി പതിയുന്നു. പിന്നെ അവിടെ താമസിക്കുന്ന വ്യക്തികൾ അവരായിരിക്കണമെന്നില്ല, അവിടെ വസിക്കുന്നവർക്ക് അതിൻ്റെ ദുസ്വാധീനം ഏൽക്കുകയാണ്. ഈ തിന്മയുടെ ഇങ്ങനെയുള്ള ആത്മീയ അന്തരീക്ഷത്തിൻ്റെ സ്വാധീനങ്ങൾ ചിലപ്പോഴൊക്കെ നിരീക്ഷണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മനുഷ്യരിൽ എന്നതിനേക്കാൾ ഒരുപക്ഷെ മൃഗങ്ങളിൽ പെട്ടെന്ന് അനുഭവമാകുന്നവർ കാണാനായിട്ട് പറ്റും. നമ്മൾ സുനാമി ഒക്കെ ഉണ്ടായ അവസരത്തിൽ പല വാർത്തകൾ, പല റിപ്പോർട്ടുകൾ പലയിടത്തുനിന്ന് നമ്മൾ സത്യം വന്നതാണ്. കടൽ തീരത്ത് ഉൾവലിഞ്ഞ് ബീച്ചിലുള്ള ആൾക്കാരെല്ലാം ഇതെന്താ സംഭവം എന്നറിയാതെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. ചിലരൊക്കെ കടലിലേക്ക് ആവശ്യത്തിന് ഓടി ഇറങ്ങുന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സുനാമി തിരമാല വന്ന് അവരെ വിഴുങ്ങിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്തുന്നു. അതേസമയം ഇങ്ങനെയുള്ള വലിയൊരു ഒരു കാലാവസ്ഥാ വ്യതിയാനം, അസാധാരണ പ്രതിഭാസം ഉണ്ടായപ്പോൾ ആ സമീപ പ്രദേശങ്ങളിൽ കരയിലൊക്കെ ഉണ്ടായിരുന്ന അനേക ജീവികൾ, ആനയും പശുക്കളും ഇങ്ങനെയുള്ളതൊക്കെ അവിടം വിട്ട് മലമുകളിൽ കയറി രക്ഷപ്പെടുന്നതായിട്ട് പല സംഭവങ്ങളും നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ മനുഷ്യർക്ക് കിട്ടുന്നതിനപ്പുറമുള്ള ചില തരംഗങ്ങൾ അവരുടെ സംവേദനക്ഷമതയിൽ അവരുടെ സെൻസസ് വഴിയായിട്ട് അവർക്ക് കിട്ടുകയാണ്. അതിൻ്റെ അപായ അവസ്ഥ, സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷം മനസ്സിലാക്കിയിട്ട് അവരവിടുന്ന് വിട്ടുമാറുകയാണ്. ഇത് കിട്ടാത്ത മനുഷ്യൻ അവിടെ നോക്കി നിന്നിട്ട് അപകടത്തിൽപ്പെട്ട് സുനാമിയിൽ കുത്തിയൊലിച്ച് പോകാനിട വന്നു. ഞാൻ സൂചിപ്പിച്ചതായ അമേരിക്കൻ മിസ്റ്ററീസ് എന്ന പുസ്തകത്തിൽ കോളിൻസ് അദ്ദേഹം പറയുന്നതായ ആ ഒരു വിശകലനത്തിൽ ആ ഒരു ഹോണ്ടഡ് ഹൗസിൽ ഈ മൃഗങ്ങൾ കയറുന്നില്ല. ആ മുറിയിൽ, ബാക്കി മുറിയിൽ കയറുന്നു. ഈ പ്രത്യേക മുറികളിലേക്ക് മൃഗങ്ങളുമായിട്ട് പട്ടി, ഈ റാറ്റിൽ സ്നേക്ക്, പൂച്ച ഇവയങ്ങോട്ട് ചെല്ലുമ്പം അവരവിടെ നിന്ന് പുറകോട്ട് മാറുകയാണ്. ആ മുറിയുടെ അന്തരീക്ഷത്തിലുള്ള തിന്മയുടെ പ്രസരണം, സാന്നിധ്യം ഈ മൃഗങ്ങൾക്ക് തിരിഞ്ഞിട്ട് അവരവിടെ നിന്ന് മാറുകയാണ്. അവർക്കിവിടെ വസിക്കാൻ പറ്റുന്നില്ല. മനുഷ്യന് ഇത് തിരിയാതെ അവൻ അവിടെ കയറി താമസിക്കുക. വില കുറച്ച് കിട്ടിയ വീടല്ലേ, ഇത്ര വലിയ വീടല്ലേ, ഇത്ര മുറികളുടെ സൗകര്യങ്ങളുണ്ട്, ഇവിടുന്ന് ഇട്ടിട്ട് പോയാൽ പറ്റുകയില്ല. പണ്ടെന്തോ അവിടെ ദുർമരണങ്ങളോ അനുഭവത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താ, പണ്ടത്തെ കാര്യമല്ലേ. അതെല്ലാം കഴുകി വൃത്തിയാക്കി അല്ലൊന്ന് വെഞ്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലൊന്നും ഇത് നഷ്ടപ്പെടുത്താൻ പറ്റിയല്ല, ഇത്രയും വിലയുള്ള കെട്ടിടം എന്ന് പറഞ്ഞ് കയറി താമസിക്കുമ്പോൾ അനുഭവത്തിൽ അവർ കാണുകയാണ് ജീവിതം ഭംഗിയായിട്ട് പോകുന്നില്ല. ചില ആൾക്കാർ പറയും, വീട്ടിലേക്ക് വന്ന് കയറിയാൽ യാതൊരു സ്വസ്ഥതയില്ല, പെട്ടെന്ന് അരിശം വരികയാണ്. ഞങ്ങൾ വീട്ടിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബാംഗങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വഴക്കിൽ തീരുള്ളൂ. എന്താണെന്നറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തൊരു സ്വസ്ഥമാണ്, ഈ വീട്ടിൽ എന്തോ വിഷയമുണ്ട്, ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ പറയുമ്പോൾ നല്ലൊരു സാധ്യതയുണ്ട് ഇതുപോലെയുള്ള തിന്മയുടെ സാഹചര്യങ്ങളോ പതിഞ്ഞു കിടക്കാൻ. ഞാൻ പറഞ്ഞതായ സൺഡേ സ്കൂൾ മാസ്റ്ററിൻ്റെ വീട്ടുമുറ്റത്ത് മൃഗങ്ങൾക്ക് വാഴാൻ പറ്റുന്നില്ല, അവിടെ മനുഷ്യൻ വാഴുകയാണ്. മനുഷ്യനും ഈ തിന്മയുടെ സ്വാധീനം യേശുന്നുണ്ട്. പക്ഷെ അവനത് പല രീതിയിലൊക്കെ നോക്കുകയാണ് അതിനെ മറികടക്കാനായിട്ട്. നേരത്തെ ഈ വേദിയിലൊരിക്കൽ ഞാൻ പങ്കുവെക്കുകയുണ്ടായി, മദ്യപാനം ഒന്നുമില്ലാതെ നല്ലപോലെ പ്രാർത്ഥനയും വിശുദ്ധീകരണ അനുഭവങ്ങളൊക്കെ ആയിട്ട് നീങ്ങുന്ന ഒരു വീട്. ആ വീട്ടിൽ ഒരു കുഞ്ഞ്, ഏതാനും മാസം പ്രായമുള്ള കുഞ്ഞ്. ആ വീട്ടിൽ ചില അതിഥികൾ വന്നപ്പോൾ മദ്യം മേടിച്ചു വിളമ്പി. അന്ന് വൈകുന്നേരം ഈ കുഞ്ഞ് കിടന്ന് വല്ലാണ്ട് കാറുന്ന ഒരനുഭവം, മണിക്കൂറുകൾ കടന്ന് കരഞ്ഞു. പിന്നീട് ആശുപത്രി കൊണ്ടുപോയ വഴിക്ക് ഒരു പെട്ടെന്ന് ചിന്ത വന്നിട്ട് പള്ളിയിൽ കൊണ്ടുവന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം കരച്ചിൽ മാറി, ആശുപത്രി പോകേണ്ടി വന്നില്ല. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ആ വീട്ടിൽ ഈ മദ്യപാനം വഴി വന്ന ഒരു വ്യത്യാസം, അന്തരം, അതാണ് ഈ കുഞ്ഞിനെ സ്വാധീനിച്ചത് എന്ന് ഒരു ചിന്ത നമ്മളന്ന് എടുക്കുകയുണ്ടായി. മദ്യം വഴി അത്രയും വലിയ അന്തരീക്ഷ വ്യത്യാസം നമ്മൾ എഡ്വേർഡ് റസ്സൽ പറയുന്ന ഡിസൈൻ ഫോർ ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൽ പറയുന്ന തോട്ട് ഫീൽഡ്, ആത്മീയ ആംബിയൻസ് മാറുന്നൊരവസ്ഥ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, കുഞ്ഞ് കിടന്ന് കരഞ്ഞു. ആ വീട്ടിൽ മുതിർന്ന സ്ത്രീകളുണ്ട്, മറ്റ് മുതിർന്ന പിള്ളേരുണ്ട്, പുരുഷന്മാരുണ്ട്, അവരാരും കാറിയില്ലല്ലോ എന്ന് വേണേൽ നമുക്ക് ചോദിക്കാം.
കുഞ്ഞ് മാത്രമല്ലേ കരഞ്ഞുള്ളൂ. ഇതുകൊണ്ടാണ് എങ്ങനെ അറിയുന്നത്? ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാറി എന്നുള്ളത്, മറ്റുള്ളവർ കരഞ്ഞില്ലല്ലോ. ഇത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ ഉള്ളിൻ്റെ അനുഭവങ്ങൾ അതേപടി പ്രകടിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടില്ല, അതിനൊപ്പം ഈ കൊച്ചു മൃഗങ്ങൾ അവയുടെ അനുഭവങ്ങൾ പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നത് കാണാൻ പറ്റും, അനുഭവമാകുന്നത് കാണാനായിട്ട് പറ്റും. എത്രയോ അവസരങ്ങളിലാണ് പള്ളിയിലായിരിക്കുമ്പം ഇടവക്കാർ പള്ളി വരുമ്പോൾ ചിലപ്പം ഒരു പൊതിയായിട്ട് വരും. മുറി വന്നല്ല സങ്കീർത്തി വെച്ചാൽ ഇച്ചിരി ഉപ്പ ഒന്ന് വ്യഞ്ചരിച്ച് തരാമോ ചോദിക്കുകയാണ്. ആദ്യമൊക്കെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പം ഞാൻ ശങ്കിക്കുമായിരുന്നു, എന്താ ഇതിന് ഉപ്പ് വെഞ്ചരിക്കുന്നത്? അച്ഛാ പശു ഇന്നലെ മുതൽ ചുരത്തുന്നില്ല, പാല് കണ്ടവാനം കുറഞ്ഞു, അല്ലെങ്കിൽ അത് വെള്ളം കുടിക്കുന്നില്ല, എന്തോ ഇച്ചിരി ഒരു പ്രശ്നമുണ്ട്. ഞാൻ മരുന്ന് മേടിച്ചു, പക്ഷേ അത് മാറ്റമില്ല. എൻ്റെ മരുന്ന് മേടിക്കാൻ പോകേണ്ട ആവശ്യമില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് തന്നാൽ മതി, ഉപ്പുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ആളുടെ വിശ്വാസം കാണുമ്പം ഒരു പക്ഷേ ആദ്യ നാളിലൊക്കെ എനിക്ക് ശങ്ക തോന്നുമായിരുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ച് കൊടുത്തിട്ട് ആ ഉപ്പ് കൊണ്ട് കൊടുത്തിട്ട് പശുവിന് മാറ്റം വന്നില്ലെങ്കിൽ അതൊരു ക്ഷീണമാവുകയോ മോശമാവുകയോ ഇങ്ങനെ മാനസിക ചിന്തയൊക്കെ. അപ്പോൾ അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ അടയാളവും പറിച്ച് വിശുദ്ധേറെ നടിച്ച് അത് കൊടുത്തു വിടുമ്പോൾ ഉറപ്പായിട്ടും അടുത്ത ദിവസം അവർ പള്ളി വരുമ്പോൾ കാണുമ്പം പറയാൻ പോലും ഞാൻ വരികയില്ല. കാരണം അവർക്കതൊരു ഉറപ്പാണ്. ഏത്? പശു എണീറ്റു, പാല് കൂടാൻ തുടങ്ങി, മെച്ചപ്പെടാൻ തുടങ്ങി. അത്രയും വ്യത്യാസം. ഞാൻ വിചാരിക്കാറുണ്ട്, ചിലപ്പം മനുഷ്യരിൽ എന്നതിനേക്കാൾ കൂടുതൽ ഒരാശീർവാദം, ഒരു കുരിശിൻ്റെ മുദ്ര അനുഭവമാകുന്നത് മൃഗങ്ങളിലാണോ എന്ന് പോലും. ഒരുപക്ഷേ മൃഗങ്ങൾ മനസ്സുകൊണ്ട് തമ്പുരാനോട് എതിരിടുന്നില്ല, അവർക്കങ്ങനെ മനസ്സില്ല, സ്വതന്ത്ര മനസ്സില്ല. അതുകൊണ്ട് അവർ തമ്പുരാൻ്റെ ഏത് സ്പർശനത്തിനും തുറന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുരിശിൻ്റെ മുദ്ര കൊടുക്കുമ്പം, ഒരാശീർവാദം കൊടുക്കുമ്പം അത് ഉപ്പ് വഴിയോ കയറ് വഴിയോ കൊടുക്കുന്നത് അവരിലേക്ക് നേരെ ചെന്ന് പതിഞ്ഞ് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതായി വീട്ടിൽ ആ പറഞ്ഞ ഒരു ഹോണ്ടഡ് ഹൗസ് കെൻറ്റുക്കിയിലെ ആ വീട്ടിൽ ഈ 4 മൃഗങ്ങളെ ഇവർ കൊണ്ട് നോക്കാനുള്ള കാരണം, മനുഷ്യന് കയറുമ്പം പെട്ടെന്ന് ആത്മീയമായിട്ട് സംവേദിക്കുക അത്ര എളുപ്പമല്ല. അത് സംവേദിക്കണമെങ്കിൽ ആത്മീയമായ അതുപോലെ സംവേദനക്ഷമതയിലായിരിക്കണം. ഡിഷൻമെൻറ്റ്, ഉള്ളിൻ്റെ അവസ്ഥ നല്ലപോലെ ക്ലിയർ ആണെങ്കിലേ ആ സ്ഥലത്തിൻ്റെ ഈ ആത്മീയ നന്മയുടെ അല്ല തിന്മയുടെ വ്യത്യാസം അല്ല അന്തരീക്ഷം തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതേസമയം കൊച്ചു മൃഗങ്ങൾക്ക് അവരുടെ ആ സെൻസിറ്റിവിറ്റിയിൽ, അവരുടെ സെൻസസിൻ്റെ പ്രത്യേക സൂക്ഷ്മതയിൽ ഇത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സെൻറ്റ് ജോസഫ് മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് ഈ മൃഗങ്ങൾ വാഴാതെ വന്നതും, പിന്നെ അവിടെ ജെറുക്കപ്രാർത്ഥന നടത്തി പ്രാർത്ഥിച്ചപ്പോൾ അത് വിടുതൽ വന്ന് മൃഗങ്ങൾ വാഴുന്ന അവസ്ഥ, സമർത്ഥമായിട്ട് വരുന്ന അവസ്ഥ, ഇത് വലിയൊരു ആത്മീയ യാഥാർത്ഥ്യത്തെ നമ്മുടെ ഭൗതിക ജീവസാഹചര്യം ബന്ധപ്പെട്ടതിനെ കാണിച്ചു തരുന്നതാണ്. ഫിസിക്കൽ ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പൈശാചിക സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത് ഓർമ്മിക്കുമല്ലോ. പാപം വഴി ആ പാപം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമല്ല, പാപം സംഭവിക്കുന്ന തലങ്ങളിലേക്കും തിന്മയുടെ സ്വാധീനം കടന്നു വരുന്നുണ്ട്. വലിയ ദൈവശാസ്ത്രജ്ഞനായ അഗസ്തീനോസ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള പുസ്തകത്തിൽ വിവരിക്കുന്ന ഒരു സംഭവം ഞാൻ എൻ്റെ PhD ഗവേഷണത്തിൽ ഈ സൈറ്റനോളജി, എക്സോസിസം, സ്പിരിച്വാലിറ്റി അതേപറ്റി പഠിച്ചപ്പോൾ എൻ്റെ സത്തേര് വന്നത് ഞാൻ ഈ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത് ഇപ്രകാരം വായിക്കാൻ സാധിക്കുന്നുണ്ട്. സിറ്റി ഓഫ് ഗോഡിൽ 22-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം എഴുതുകയാണ്. ഹെസ്പേരിയൂസ് ഓഫ് എ ട്രിബ്യൂണീഷ്യൻ ഫാമിലി and a neighbor of our town has a farm, and finding that his family, his cattle and his servants were suffering from the malice of evil spirits, he asked our presbyters during my absence that one of them would go with him and banish the spirits by his prayers. അദ്ദേഹം പറയുന്നത് ഹെസ്പേരിയസ് എന്ന് പറയുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ആളുകളും അടുത്തുള്ള അയൽക്കാരായ ഒരു വ്യക്തിയും കൂടെ അവരുടെ അഗസ്തീനോസിൻ്റെ നഗരത്തിൽ തന്നെയുള്ള കാർത്തയിൽ തന്നെയുള്ളത് അവർക്കൊരു ഫാമുണ്ട്, ഈ ഒരു കൃഷിസ്ഥലം. ആ കൃഷിയിടത്തിൽ കുറച്ച് പൈശാചികമായ സ്വാധീനങ്ങൾ, കൃഷിയിടത്തിന് മാത്രമല്ല അവിടെയുള്ള കന്നുകാലികൾക്ക്, ഇവരുടെ കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ ജോലിക്കാർക്ക് പോലും ഇങ്ങനെ ഒരു ഈവിൾ സ്പിരിറ്റ്സിൻ്റെ ദുസ്വാധീനം. അത് കണ്ടപ്പോൾ അഗസ്തീനോസ് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുള്ള വൈദികരുടെ പക്കൽ, അഗസ്തീനോസ് ആ സമയത്ത് വീട്ടിൽ അവിടെ ആശ്രമത്തിലില്ല, വൈദികരുടെ പക്കൽ എത്തിയിട്ട് ഒരാൾ വന്ന് ഒന്ന് ആശീർവദിക്കാമോ, വെഞ്ചരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ ഒരു വൈദികർ ഒരാൾ അവിടെ ചെന്നു. അഗസ്തീനോസ് പറയുകയാണ്,
അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് വിശുദ്ധൈലം തളിച്ചു. ഈ പറമ്പിൻ്റെ മേലും കൃഷിയുടെ മേലും മൃഗങ്ങളുടെ മേലുമുള്ള തിന്മയുടെ സ്വാധീനം മാറിപ്പോകാൻ. അഗസ്തീനോസ് പറയുകയാണ്, അതോടുകൂടെ ആ ഒരു ദുസ്വാധീനം മാറി അവരുടെ കൃഷി മെച്ചപ്പെട്ടു. അവരുടെ കന്നുകാലികൾ കരുത്തുള്ളതായിട്ട് മാറി. ആ കണ്ടതായ പോരായ്മകൾ പരിഹരിക്കപ്പെട്ടു. ജോലിക്കാർക്കും കരുത്തായി, ആ കുടുംബത്തിനും ഐശ്വര്യമായി എന്ന് അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സുവിശേഷം എല്ലാ സൃഷ്ടികളോടും പ്രഘോഷിക്കപ്പെടണം എന്നുള്ള തിരുവചനം, ആഹ്വാനം മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ലോകം എങ്ങും പോയി സമസ്ത സൃഷ്ടികളുടെ സുവിശേഷം പ്രസംഗിക്കുക. ഈ ഒരു കാര്യം നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പറമ്പുകളെയും കൃഷിയിടങ്ങളെയും അങ്ങനെയുള്ള വസ്തുവകളെയെല്ലാം തിന്മയുടേതായ സ്വാധീനം നിന്ന് വിടുവിച്ചെടുക്കാനായിട്ട് പ്രാർത്ഥന വഴി നമ്മൾ ജെറിക്കോ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. നമ്മൾ ഈ വേദിയിൽ നേരത്തെ ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നിന്നും അതേപ്പറ്റി അല്പം ഒന്ന് വായിച്ച് ശ്രദ്ധിച്ചതാണ്. 4 കാര്യങ്ങൾ അവിടെ ജോഷുവയോട് ദൈവം ആവശ്യപ്പെടുകയാണ്. നമുക്ക് ആ 4 കാര്യങ്ങളും പ്രസക്തമാണ്. ഒന്നാമത്തെ കാര്യം, ജോഷുവ ദൈവത്തിൻ്റെ നിർദ്ദേശാനുസരണം ജനത്തോട് ആവശ്യപ്പെടുന്നത് ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 6-ാം തിരുവചനം, വാഗ്ദാന പേടകം എടുക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവർക്ക് വാഗ്ദാന പേടകം. ആ വാഗ്ദാന പേടകം എടുക്കുക. ഇപ്പോൾ കർത്താവിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന അനുഭവമാണ് അതുവഴിയായിട്ട്. രണ്ടാമത്തെ കാര്യം അവിടെ ആവശ്യപ്പെടുന്നത്, ഞാനിപ്പോൾ ഈ 4 കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ച് വെക്കുക മാത്രം ചെയ്യുകയാണ്. നമുക്ക് ഈ 4 കാര്യത്തെക്കുറിച്ചും ആഴപ്പെട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഈ തുറന്നുള്ള അവസരങ്ങളിൽ അത് പലപ്പോഴായിട്ട് നമുക്കതിന് ആഴങ്ങളിലേക്ക് ഇറങ്ങാം. രണ്ടാമത്തെ കാര്യം ആവശ്യപ്പെടുന്നത്, കാഹളധ്വനി മുഴങ്ങണം. ഈ വാഗ്ദാന പേടകം സംഭവിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ കാഹളം മുഴക്കിക്കൊണ്ട് തമ്പുരാനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വേണം പോകാനായിട്ട്. അതേപ്പറ്റി ഇവിടെ വായിക്കുന്നുണ്ട് 8-ാം വാക്യത്തിൽ, കാഹളം മുഴക്കിക്കൊണ്ട് 7 പുരോഹിതന്മാർ കർത്താവിൻ്റെ മുൻപിൽ നടന്നു. അപ്പോൾ വാഗ്ദാന പേടകമാണ് എടുത്തിരിക്കുന്നത്. വാഗ്ദാന പേടകം രൂപക്കൂടാണ്, നമുക്കറിയാം. അതിൽ കർത്താവിൻ്റെ 10 കൽപ്പനകൾ ദൈവം തൻ്റെ വിരലാൽ എഴുതി മോശയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ആ 2 കൽപ്പലകകൾ ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം അഹ്റോൻ്റെ തടുത്ത വടിയും മന്നായും ഒക്കെ അത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇസ്രായേൽക്കാർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായ സാന്നിധ്യങ്ങൾ, അല്ലെ അടയാളങ്ങൾ, വസ്തുക്കളാണിത്. അതവർ സമർപ്പിച്ചുകൊണ്ട് പോകുമ്പം അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് അവിടെ അനുഭവമായിട്ട് തീരുന്നത്. തമ്പുരാനെയും കൊണ്ടാണ് അവർ ഇറങ്ങുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ കാണുകയുണ്ടായി, ഈശോ ദൈവത്തിൻ്റെ ആത്മാവിനെ അഭിഷേകം ചെയ്യപ്പെട്ട് ചുറ്റി നടന്നുകൊണ്ട് ദുഷ്ടപിശാചിനെ പീഡിപ്പിക്കപ്പെട്ടവരെല്ലാം സൗഖ്യപ്പെടുത്തി ആശ്വാസം കൊടുത്തു. അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ തിരുവചനം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഈശോയെക്കുറിച്ച്, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം കൂടെയുള്ള വ്യക്തി. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറക്കിക്കൊണ്ട് ചെല്ലുമ്പോഴാണ് തിന്മയുടെ സാന്നിധ്യത്തിന് വിട്ടുമാറുക. 1 സാമുവേൽ 5 നമ്മൾ മുന്നൊരിക്കൽ ഒന്ന് വായിച്ച് ശ്രദ്ധിച്ചതാണ്. ഫിലിസ്ത്യർ കർത്താവിൻ്റെ വാഗ്ദാന പേടകം കൊണ്ടുപോയി ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവെക്കുമ്പം അവിടെയുള്ള ദാഗോൻ്റെ ബിംബം മറിഞ്ഞു വീണ് അതിൻ്റെ കഴുത്തും കയ്യും എല്ലാം ഒടിഞ്ഞ് കഷ്ണങ്ങളായിട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു അനുഭവം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തിൽ ശക്തമായിട്ടുണ്ട്. അന്ന് ഇസ്രായേൽക്കാർക്ക് ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യത്തിന് ഏറ്റവും കരുത്തുള്ള ഉറപ്പുള്ള അടയാളവും വേദിയും ഈ വാഗ്ദാന പേടകമാണ്. ഒന്നാമത്തെ കാര്യത്തിൽ പറയുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. നമ്മുടെ കർണവന്മാർ പറയാനുള്ള ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്, നായ്ക്കൊട്ട് ഇരിക്കാൻ നേരവും ഇല്ല, നായ നടന്നിട്ടൊട്ട് കാര്യവും ഇല്ല. അതിൻ്റെ സൂചന നമുക്കറിയാം. പട്ടി അതിന് ഇരിക്കാൻ നേരവും ഇല്ല, നിരന്തരം നടപ്പാണ്, നടപ്പോട് നടപ്പ്, നടന്നിട്ടൊരു കാര്യവും ഇല്ല. ഇതുപോലെ ആയി പോകുന്ന ചില ജീവിതങ്ങൾ. എന്താണ് സംഭവം? സൂചന എന്താണ്? നമ്മൾ ഒരുപാട് പല പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു, അലയുന്നു. ഒരു സ്വസ്ഥതയില്ല, ഒരു ഇരിക്കപ്പുറതയില്ല, ഒരു വിശ്രമവും ഇല്ല. പക്ഷേ ഓട്ടോ മത്സരം കഴിഞ്ഞിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല, ഒരു കാര്യം ശരിയാകുന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ അത് വരുന്നത് ഈ നമ്മൾ ചിന്തിക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ദൈവസാന്നിധ്യം ഇല്ലെന്നാകുമ്പോഴാണ്. അപ്പോൾ ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ തന്നെ പോകുന്നൊരു കാര്യമില്ല, നമ്മളോട് നടക്കുന്നൊരു കാര്യമില്ല, നമ്മൾ വല്ലതും പറയുന്നോണ്ട് ചെയ്യുന്നൊരു കാര്യമില്ല. തമ്പുരാനെ കൂട്ടിക്കൊണ്ട് പോകണം, വാഗ്ദാന പേടകം എടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടു, കാഹളം മുഴക്കണം. ആ വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് വെറുതെ പോയാൽ പോരാ, ദൈവത്തെ ദൈവമായിട്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് പോകണം.
ദൈവത്തെ ദൈവമായിട്ട് മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവം കടന്നു വരുന്നതിൻ്റെ കരുത്ത് അവിടെ അനുഭവമാകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 41-42 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുമ്പോഴാണ് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കുക. പ്രവാചകനെ വെറും ഒരു അയൽക്കാരനായിട്ട്, നാട്ടുകാരനായിട്ട്, വെറും മനുഷ്യനായിട്ട് കരുതിയാൽ വെറും അയൽക്കാരൻ്റെ സുഹൃത്ത് വരുന്ന അനുഭവം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഈശോ സ്വന്തം നാട്ടിൽ വരുന്ന രംഗം. സ്വന്തം നാട്ടിൽ വരുമ്പോൾ സ്വന്തക്കാർ ഈശോയെ സ്വീകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇവൻ തച്ചൻ്റെ മകനല്ലേ, ഇവനെ നമുക്കറിയാൻ പറ്റുമല്ലോ, ഇവൻ്റെ സഹോദരങ്ങൾ അപ്പനും അമ്മയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താ ഇവനിങ്ങനെ വലിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവന് എങ്ങനെ പറ്റും? അപ്പോൾ തച്ചൻ്റെ മകനായിട്ട് സ്വന്തം നാട്ടുകാർ ഈശോയെ പരിഗണിച്ചപ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്. 5-6 വാക്യങ്ങൾ വായിക്കുന്നു. മർക്കോസ് 5, മർക്കോസ് 6, ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവിടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. ഒരു കാര്യമായ ഒരു അത്ഭുതം ഒന്നും ചെയ്യാൻ പറ്റാതെ ഈശോ അവിടുന്ന് പോരേണ്ടി വരികയാണ്. അവിടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. വിശ്വാസമില്ലാത്തവരുടെ പക്കൽ ആ ദൈവികമായ കരുത്ത് പ്രകടമാകുന്നില്ല, ഒഴുകി ഇറങ്ങുന്നില്ല. രക്തസ്രാവക്കാരി സ്ത്രീ വലിയ വിശ്വാസത്തോടെ ഈശ്വര വസ്ത്രത്തിൽ വിളിമ്പ് തൊട്ടപ്പോൾ ശക്തി ഒഴുകി. അനേകർ ജനക്കൂട്ടം, പത്രോസ് പറയുന്ന ലൂക്കായിട്ടിൽ, കർത്താവേ ആരാ എന്നെ തൊട്ടോ ചോദിക്കുന്നോ, ഈ ജനക്കൂട്ടം മുഴുവൻ തന്നെ തിക്കിത്തിരക്ക് ഒപ്പം നിൽക്കുകയല്ലേ എന്ന് പത്രോസ് പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുകയാണ്, അല്ല, ആരോ ഒരാൾ എന്നെ തൊട്ടു, ശക്തി ഒഴുകി. ബാക്കി എല്ലാവരും ഒരുപാട് തൊടുന്നുണ്ട്, ഒന്തിത്തള്ളി, ശക്തി ഒഴുകുന്നില്ല, വിശ്വാസമില്ല. അപ്പം ഇവിടെ നാട്ടുകാർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ ഈശോയെ കാണുന്നത് തച്ചൻ്റെ പയ്യൻ, നമ്മുടെ നാട്ടുകാരൻ, അയൽക്കാരൻ, ഇത്രേ ഉള്ളൂ, വിവരമില്ല. ഇവനെങ്ങനെയാണ് ദൈവത്തിൻ്റെ വലിയ കാര്യം ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കണം, ഇങ്ങനെ പ്രവാചകൻ്റെ പ്രതിഫലമുള്ളൂ. ദൈവത്തിനായിട്ട് സ്വീകരിക്കണം. തച്ചനായിട്ട് കരുതിയ തച്ചൻ വരുന്ന ഉപകാരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാനപേട കൊടുത്തുകൊണ്ട് പോകുമ്പം കാഹളം മുഴക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ജെറിക്കോ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ എടുക്കണം. അതൊരു പക്ഷേ ഏറ്റവും കരുത്തായിട്ട് നമുക്ക് സാധിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരണം വഴിയായിട്ടാണ്. അത് കുർബാന സ്വീകരണം വഴി ഈശോ സാന്നിധ്യം എടുത്ത് നമ്മൾ തന്നെ വാഗ്ദാനപേടകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, ഏത് സ്ഥലങ്ങളിലാണോ തിന്മയുടെ കെട്ടുകളുള്ള അഴിയേണ്ടതായിട്ടുള്ളത് ആ സ്ഥല സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ശാരീരികമായിട്ട്, ഭൗതികമായിട്ട്, ഫിസിക്കലി നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അവിടുത്തെ കെട്ടുകൾ അഴിയണം. ജെറിക്കോയ്ക്ക് ചുറ്റും നടക്കാനാണ് പറയുന്നത്. ആ കോട്ടയെ തകരേണ്ടത് അതിനിപ്പുറത്ത് മരുഭൂമിയിൽ ഒളിച്ചിരുന്നാൽ പോരാ, അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം. ദൈവം ഇറങ്ങി വരുമ്പോഴാണ് ദൈവത്തെ ശക്തി പ്രകടമാകുന്നത്. ഹോറോമലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ മുൾപ്പടർപ്പിൽ കത്തിയപ്പോൾ തീയായിട്ട് കത്തി ദൈവ സാന്നിധ്യം. അപ്പോൾ ആ സ്ഥലം പരിശുദ്ധമായി. അതുവരെ അവിടെ അശുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവുമായിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറികളിലൂടെ, വരാന്തകളിലൂടെ, മുറ്റത്തിലൂടെ, പറമ്പിലൂടെ ഇറങ്ങിച്ചെല്ലണം. അത് എവിടെയുള്ള കെട്ടാണ് അഴിക്കേണ്ടത് ആ സ്ഥലത്തേക്ക് നമ്മൾ ഈശ്വര സാന്നിധ്യമായിട്ട് ചെല്ലുക. അപ്പോൾ അവിടുത്തെ കെട്ടുകൾ അഴിയുക. നാലാമത്തെ കാര്യം, ഇത് ആവശ്യത്തിന് ആവർത്തിക്കുക എന്നുള്ളതാണ്. തമ്പുരാൻ പറഞ്ഞ യോശുവയോട് 6 ദിവസം ഇപ്രകാരം ചുറ്റി നടക്കണം, 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി നടക്കണം. ആവശ്യത്തിന് ആവർത്തിച്ച് തമ്പുരാൻ്റെ ആ കരുത്തിൻ്റെ സ്പർശനം അവിടേക്ക് ആഴപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കണം. ഈ 4 കാര്യങ്ങളാണ് ജെറിക്കോ പ്രാർത്ഥനയുടെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് നമുക്ക് ഈ യോശുവ 6 കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 6 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കുറേ കൂടി വിശദമായിട്ടും ആഴമായിട്ടും ഈ വേദിയിൽ തുറന്നുള്ള നാളുകളിൽ ചിന്തിക്കാം. നമുക്കടെ ഉള്ളങ്ങളെ നമുക്ക് തമ്പുരാൻ്റെ പക്കലേക്ക് ഈ സമയം പ്രാർത്ഥനാപൂർവ്വം ഉയർത്താം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പങ്കുവച്ച ദൈവരായത്തിൻ്റെ രഹസ്യങ്ങൾ അവയ്ക്ക് കാതോർക്കുവാൻ, ഉള്ളുറന്ന് സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചല്ലോ. ഞങ്ങൾക്കങ്ങ് നൽകിയിരിക്കുന്ന ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ പർദീസയിലങ്ങ് മനുഷ്യനെ നിയമിച്ചപ്പോൾ, ആക്കിയപ്പോൾ മനോഹരമായി എല്ലാം ക്രമീകരിച്ച് സൗഭാഗ്യത്തിന് നിറവിലാക്കി. എന്നാൽ പിന്നീട് മനുഷ്യൻ പാപം വഴി വളരെ ദയനീയമായ സഹനത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെയും, പ്രതിസന്ധികളുടെയും, രോഗങ്ങളുടെയും, അധ്വാനത്തിൻ്റെ, ഭാരത്തിൻ്റെ എല്ലാം നടുവിലേക്ക് പതിച്ചു. അവയുടെ കൂട്ടത്തിൽ പൈശാചികമായ സ്വാധീനങ്ങളും കടന്ന് ശാപത്തിൻ്റെ മൂർധന്യ അവസ്ഥ, ആധിക്യം വഴി നിവാസികൾ ദഹിച്ചു തീരുന്ന അവസ്ഥ ഉണ്ടാകുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറിലും ശ്രദ്ധിച്ചതായ അനുഭവങ്ങളിൽ കൊച്ചു മൃഗങ്ങളിൽ പോലും ഒരു സ്ഥലത്തിൻ്റെ അന്തരീക്ഷം സ്വാധീനം ചെലുത്തുന്നത്, പ്രാർത്ഥന വഴി ആ മൃഗങ്ങളുടെ മേലുള്ള തിന്മയുടെ സ്വാധീനം മാറി അവർ ആരോഗ്യത്തിലേക്ക് വരുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. എത്ര അധികമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ
ഈ ഒരു അനുഭവം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് തിരിച്ചറിയാനും തിരുത്തിയെടുക്കാനും കർത്താവെ അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നുവല്ലോ. ഞങ്ങൾ കഷ്ടപ്പെട്ടും നിസ്സഹായത അനുഭവിച്ചും ദാരിദ്ര്യത്തിലും രോഗത്തിൻ്റെ സഹനങ്ങളിലും പൈശാചികമായ സ്വാധീനങ്ങളും കഴിയാനല്ല, അങ്ങ് ചുറ്റു നടന്നുകൊണ്ട് ഈശോയെ അങ്ങ് ചുറ്റു നടന്നുകൊണ്ട് ദുഷ്ടപിശാചിനെ പീഡിപ്പിക്കുന്നവർക്കെല്ലാം സൗഖ്യവും ആശ്വാസവും കൊടുത്തതുപോലെ ആശ്വാസം പ്രാപിക്കുന്നവരായിട്ട് ഞങ്ങളും തീരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ഞങ്ങളുടെ എളിയ സാഹചര്യങ്ങൾ ഈശോയെ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങ് നൽകിയ വചന വെളിച്ചമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പരിശുദ്ധമായ വരദകരം നീട്ടി ഞങ്ങളെ ഈ സമയം ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ എളിയ ദാസനും കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗോന്മാരുടെ ധ്യാനഗ്രന്ഥത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ നാമത്തിൻ്റെ മക്കളുടെ മേൽ ഈശോയെ അങ്ങയുടെ വചനത്തിനായിട്ട് കാതോർത്ത് ആ വചനത്തെ വിശ്വാസപൂർവ്വം സ്വീകരിച്ച് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ, പ്രത്യേകിച്ച് ഭൗതികമായ സാഹചര്യങ്ങൾ അങ്ങയുടെ പകരേക്ക് പ്രാർത്ഥനാപൂർവ്വം തുറന്നു വെച്ച് ഉയർത്തിക്കൊണ്ട് പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന മക്കളുടെ മേൽ കരമൊരു ദാസൻ ആശീർവദിക്കുന്നു. അങ്ങയുടെ കരസ്പർശനം എപ്പോഴും മക്കളെ കടന്നു വരട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.